Watch India's largest kids library only on Jio Hotstar. Download the app now. വണ്ടിയുടെ പേപ്പർ ഇങ്ങെടുത്തേ നോക്കട്ടെ. ആ വിട്ടേക്ക്. എനിക്ക് തോന്നുന്നത് റോക്കറ്റ് പുറപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞെന്നാ. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. എന്റെ അച്ഛൻ ആദ്യമായിട്ടാണ് റോക്കറ്റ് വിടാൻ പോകുന്നത്. എന്റെ അച്ഛന് ഓഫർ വന്നപ്പോ പറ്റില്ലെന്ന് പറഞ്ഞേയില്ല. അല്ലേലും ഇതിലിത്ര വലിയ കാര്യമായിട്ട് എന്താ ഉള്ളത്? എന്റെ പപ്പ വലിയൊരു ഓഫർ കൊടുത്തതാ, പക്ഷെ അവര് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആദി, നിന്റെ പപ്പ അതിന് പൈലറ്റ് അല്ലല്ലോ, പിന്നെ എന്ത് ഓഫറാ ചെയ്തത്? എന്റെ പപ്പ ഈ സാറ്റലൈറ്റ് വാങ്ങിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങളുടെ വീടിന്റെ മുകളിൽ സാറ്റലൈറ്റ് വെക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. ചോദിച്ചപ്പോ ഇവര് കൊടുത്തുമില്ല. ഓ, ഭൂമിയിൽ നിന്ന് പറഞ്ഞ് ഇപ്പൊ നീ ആകാശത്തിന്റെ കാര്യവും പറയാൻ തുടങ്ങിയോ? ഡിഷ് ആന്റിന മറ്റോ ആണോ അത് വാങ്ങിച്ച് വീടിന്റെ തട്ടുമുകളിൽ വെക്കാൻ? അതിനിപ്പോ എന്താ, അത് മേടിച്ച് പറത്തിക്കളയോ മുകളിൽ വെക്കിയോ? അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ. കുട്ടികളെ, ശിവ, എനിക്ക് ഇന്റലിജൻസ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചില ആൾക്കാരും ചേർന്ന് സാറ്റലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാൻ ഒരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം ചെന്ന് അത് നോക്കേണ്ടി വരും. അല്ല, ഇവൻ എന്തിനാ ഇങ്ങനെ നിന്ന് കുറയ്ക്കുന്നത്? താങ്ക് യു ശിവ. നിനക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ത് പറ്റി ഡോഗി, നീ എന്തെങ്കിലും കണ്ടുവോ? ബസ്സിനെ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ട്രെയിനിനെയും ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. എയ്റോപ്ലെയിനിനെയും ഹൈജാക്ക് ചെയ്തതായി കേട്ടിട്ടുണ്ട്. ഞാൻ റോക്കറ്റിനെ ഹൈജാക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ലോകത്തിലെ വില്ലന്മാരിൽ ഞാനായിരിക്കും നമ്പർ 1 വില്ലൻ. ഇന്ന് വരെ ഇതുപോലെ ഒരു ഹൈജാക്ക് യവനും ചെയ്ത് കാണില്ല. പക്ഷേ ബോസേ, റോക്കറ്റ് ഹൈജാക്ക് ചെയ്തിട്ട് ബോസ് പിന്നെ എന്ത് ചെയ്യാനാ? റോക്കറ്റിന്റെ കവചമാർക്ക് വേണം. അതിനകത്തുള്ള വില കൂടിയ സാറ്റലൈറ്റ് അല്ലേ നമുക്ക് വേണ്ടത്. ഞാൻ റോക്കറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കും. ആ സാറ്റലൈറ്റിനെ ഞാൻ എന്റെ പേഴ്സണൽ സാറ്റലൈറ്റ് ആയിട്ട് മാറ്റി ലോഞ്ച് ചെയ്തിരിക്കും. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ഡോണിനും ഞാനൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നതായിരിക്കും. അണ്ടർവേൾഡിലുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുക്കും. അങ്ങനെ ലോകത്തിലുള്ള പണം മുഴുവൻ കൈക്കലാക്കി ഇൻഫർമേഷൻ ഞാൻ തന്നെ എല്ലാവർക്കും ഡെലിവറി ചെയ്യുന്നതാണ്. ബോസേ, അപ്പൊ റോക്കറ്റ് ആര് പറപ്പിക്കും? ഞങ്ങളിൽ ആർക്കും റോക്കറ്റ് പറപ്പിക്കാൻ അറിയില്ല. വിഷമിക്കണ്ട, അതിനല്ലേ ഞാനൊരു പൈലറ്റിനെ ഏർപ്പാടാക്കിയത്. നിങ്ങൾ കാണു. ബോസേ, ഇതുവരെ ആരും ഇങ്ങനത്തെ പണി ചെയ്ത് കാണില്ല. പിന്നല്ലാതെ നിന്റെ ബോസിനുള്ള ഈ ബുദ്ധി മറ്റാർക്കുണ്ട് ഈ ലോകത്ത്? നിങ്ങൾ പറ. താലിയ, തോലിയ, ഡാലിയ, ചാലിയ, നിങ്ങൾ വേഗം ചെന്ന് നോക്ക് സെക്യൂരിറ്റി ഒക്കെ എവിടം വരെ ആയെന്ന്. അപ്പൊ ഇതാണ് കാര്യമല്ലേ? ലഡു സിംഗ് സർ, താഴെ ആ ഗുഹയുടെ അടുത്തായിട്ട് ഇപ്പോഴാണ് 4 ഗുണ്ടകൾ ബൈക്കിൽ കയറി പോയത്. ഡോഗി അവരെ കണ്ടിട്ടാണ് കുറച്ചത്. നിങ്ങൾ എല്ലാവരും ആ റോഡ് വഴി അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇതുവഴി അങ്ങ് വന്നേക്കാം. ഓക്കേ ശിവ, ഓക്കേ. നമ്മളെന്തിനാ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ബോസ് എന്താണ് സെക്യൂരിറ്റി ഏജൻസി വല്ല തുറക്കാൻ വല്ല പ്ലാനുമുണ്ടോ? പറ. നീ എന്താണോ നമ്മുടെ ബോസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ബോസിന് സെക്യൂരിറ്റി ഏജൻസി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്യൂരിറ്റി ഫോഴ്സിനെ റെഡിയാക്കി റോക്കറ്റ് ഹൈജാക്ക് ചെയ്യാനുള്ള പ്ലാനാ. അല്ല, അതാരാ? എന്തു പറ്റി? എന്തിനാ വഴി ഇങ്ങനെ തടയുന്നേ?
പറ്റാനൊന്നുമില്ല. നിങ്ങൾ എവിടേക്കാ പോകുന്നെന്ന് ആദ്യം പറയൂ. ഞങ്ങൾ എല്ലാവരും എവിടെ വേണമെങ്കിലും പോവും. നീ ആരാ ചോദിക്കാൻ? മര്യാദയ്ക്ക് വഴിമാറ് കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. നല്ലോണം കിട്ടി ഇവരെ. ഇവരെ കിട്ടി, അവന് കിട്ടി. എല്ലാത്തിനും അലക്കി കൊടുത്തു അല്ലേ കുട്ടി? ഞങ്ങളൊക്കെ തല്ലു മേടിച്ചോണ്ടിരിക്കുമ്പോ നീ ഇവിടുന്ന് കൈകൊട്ടി നിൽക്കാണോ? ചെന്നടിക്കാവനെ. എന്ത് ഞാൻ അടിക്കാനോ? അങ്കിൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണ് ശരിക്കും ബുദ്ധിമാൻ. ഞാനിവരെ തല്ലുന്ന സമയത്ത് കയറുകൊണ്ട് ഇവരെ കെട്ടിയിട്ടാൽ മതി. ഇതാ ഇത് പിടിച്ചോളൂ. നല്ല രസമായിരിക്കും അങ്കിൾ. അങ്കിൾ ഇനി അങ്കിൾ സ്വയം കെട്ടിക്കോളൂ. ഞാനിത് ഇപ്പൊ കിട്ടുമല്ലോ. പക്ഷേ ഇതിൽ ഒരു രസവും തോന്നിയില്ലല്ലോ. എന്നോട് എന്തിനാ സ്വയം കെട്ടാൻ പറഞ്ഞേ? എടോ മണ്ട, അവൻ നിന്നെ കബളിപ്പിച്ചതാ. ഇപ്പൊ നീ കുടുങ്ങി. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. അപ്പൊ പിന്നെ എങ്ങനെ ഫേമസ് ആയേ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും തരികിട ഒപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവരോട് പറയും വേണ്ട ലഡ്ഡു സിംഗ് വരുമെന്ന്. അത്രയ്ക്കും ഫേമസ് ആണ് ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. എന്നാ ശരി പറ, വേഗം നിന്റെ വാ തുറന്ന് എന്നോട് പറ. എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ 4 പേര് രഹസ്യമായിട്ട് ആ വാലിയിലേക്ക് പോയതെന്ന്? ആരെന്നോട് പറയാ? ആരെന്നോട് സത്യം പറയാ? നീ പറ. നിന്നെ കണ്ടാ തന്നെ ഈ ഗ്രൂപ്പിൽ നിനക്കുറിച്ച് വിവരം ഉണ്ടെന്ന്. അതുകൊണ്ട് നീ നുണ പറയരുത്. പറയേ, സത്യം പറയേ. സത്യം മാത്രമേ എന്നോട് പറയാവൂ. അല്ല തോലിയ, നമ്മൾ എന്തിനാ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പോയെന്ന് പറ. സെക്യൂരിറ്റി ചെക്ക്? എന്തിനു വേണ്ടിയുള്ള സെക്യൂരിറ്റി ചെക്ക് ആണ്? ഇനിയും സത്യം ഒളിക്കാനാവില്ല. ലഡ്ഡു സിംഗിനെ പോലുള്ള സത്യസന്ധമായ പോലീസുകാരോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോകുന്നു. സാറേ, ഞങ്ങൾ പുതിയതായിട്ട് ആരംഭിച്ച ഒരു ചെറിയ സെക്യൂരിറ്റി ഏജൻസിയുണ്ട്. ഞങ്ങൾ ആലോചിച്ചത് പോലീസിന്റെ സെക്യൂരിറ്റി ഫെയിൽ ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സാറ്റലൈറ്റ് സെക്യൂരിറ്റിയുടെ കോൺട്രാക്ട് കിട്ടുമെന്ന്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളെക്കാളും വളരെ ബുദ്ധിമാനായ ഇൻസ്പെക്ടറാണ് സാറെന്ന്. നിങ്ങളൊക്കെ ചതിയന്മാരാ. ഞാൻ അറിയാതെ നിങ്ങൾ സെക്യൂരിറ്റി ഏജൻസി തുറന്നു കഴിഞ്ഞു അല്ലേ? എന്നെ ആരും അറിയിച്ചത് പോലും ഇല്ല. പോയിക്കോ, എനിക്കിനി ആരോടും മിണ്ടണ്ട. ഈ കാര്യം ഞാൻ ബോസിനോട് പറയൂല്ലോ. ഒന്നും മിണ്ടാതിരിക്കുക. ലഡ്ഡു സിംഗ് സാറേ, ഇവര് സമയം നോക്കി വല്ലാത്ത കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ സാറ്റലൈറ്റിന് ഇതുവരെ യാതൊരു അപകടവും ഇല്ല. ശരിക്കും പറഞ്ഞ ഇവരുടെ ബോസ് അവിടെ എത്തുമായിരിക്കും. നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ കാര്യം അറിയൂ. ഓക്കേ ശിവ, ഓക്കേ. ഹലോ ബോസ്, ഞങ്ങൾ ജയിലിലാണുള്ളത്. ഞങ്ങളെ തല്ലി ചതച്ച് ജയിലിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ബോസ്. ബോസേ, നിങ്ങൾ 4 പേർക്കും നല്ലോണം കിട്ടിയെന്നോ? അവരെത്ര പേരുണ്ടായിരുന്നു? ബോസേ, അതൊരു ചെറിയ കുട്ടിയാ. പക്ഷെ അവന് 3 ആനയുടെ ബലവാ. ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവൻ ബോസിനെ അന്വേഷിച്ച് ലഡ്ഡു സിംഗിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുക. കുട്ടിയോ? അതപ്പോ വേറെ ആരുമല്ല, ആ ശിവ തന്നെ. ആ കുട്ടി വീണ്ടും എന്റെ ജീവിതത്തെ കോലിട്ടിളക്കാൻ വന്നിരിക്കുകയാണ്. ഇത്തവണ ആ ബുദ്ധിജീവിയായ കുട്ടിയെ പരിപ്പുവടയാക്കി മാറ്റുന്നതാണ്. വരട്ടെ അവൻ. ബോസ് നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം? ആ കുട്ടി നമ്മുടെ വഴിക്കാ ബോസേ വന്നോണ്ടിരിക്കുന്നത്. വരട്ടെ, നിങ്ങൾ എല്ലാവരും ചെന്ന് ഒളിക്ക്. അവൻ എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ടൊന്ന് വരട്ടെ. ഈ യുവകോമളൻ അവനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട.
ശിവ, ഈ സുന്ദരനെ ഒന്ന് നോക്കൂ. അപ്പൻ എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? നീ വീണ്ടും എന്റെ വഴിയിലേക്ക് കടന്നു വന്നത് നിന്റെ വിഡിത്തമായി പോയി ശിവ. ഇപ്പൊ കണ്ട ലേസർ എല്ലാം ഇൻവിസിബിൾ ആയി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഒരടി മുന്നോട്ട് എടുത്തു വെച്ചാൽ പിന്നെ നീ ചാമ്പലാവുന്നതാണ്. ഇനി നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ പോയി ആ സാറ്റലൈറ്റ് ഹൈജാക്ക് ചെയ്യാനുള്ള പണി നോക്കട്ടെ. രക്ഷപ്പെടാൻ ശ്രമിക്കാൻ നോക്കരുത് കേട്ടോ. ഞാൻ ഈ ശിവയുടെ സൈക്കിൾ തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ്. ഈ ഒരു സൈക്കിള് കാരണമല്ലേ ആ ചെറുക്കൻ കൂടുതൽ വിളച്ചൽ കാണിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഇവിടുന്ന് ഉടനെ പോയേ പറ്റൂ. ഓഹോ, സൈക്കിൾ ചീത്തയാക്കിയോ? ഇത് ശരിയാക്കാനുള്ള സമയമില്ല. വേറെ വഴി എന്തെങ്കിലും കണ്ടേ പറ്റൂ. ഹലോ ലഡ്ഡു സിംഗ് സോർ. ഇന്ന് കുട്ടികൾ കൂടെ ഉണ്ടല്ലോ. വന്നാലും രവ, ഞാൻ നിങ്ങളെ അകത്ത് കൊണ്ടുപോയി റോക്കറ്റൊക്കെ കാണിച്ചു തരാം. ഞാൻ എത്തി സാറ്റലൈറ്റ്. ഞാനാണ് ബബ്ബൻ ഹൈജാക്കർ. യുവ കോമളനാണ് ഞാൻ. എല്ലാവരും വേഗം ലൈനിൽ നിൽക്കേ. ഈ നിമിഷം മുതൽ ഈ സാറ്റലൈറ്റ് എന്റേതാണ്. പൈലറ്റ്, ഈ റോക്കറ്റ് നീ വേണം ഓടിക്കാൻ. ഞാൻ എന്തൊക്കെ പറയുന്നുവോ അതുപോലെ വേണം താൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരൊറ്റ ആള് പോലും ജീവനോടുണ്ടാവില്ല. വേഗം അകത്തോട്ട് കയറ്. ദേ ആ കുട്ടി വരുന്നുണ്ട്. മര്യാദക്ക് വേഗം ചെല്ലു ബേക്കരികളെ. നീ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തിയല്ലോ. കുഴപ്പമില്ല. ഇനി നിങ്ങൾ കൂട്ടുകാർക്ക് ഒരുമിച്ച് ആകാശത്ത് പറക്കാം. ശിവ, ഇത്തവണ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പഴയ പൂപ്പല് പിടിച്ച കണക്കുകളൊക്കെ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. ഈ ചെറുക്കനെ കൊണ്ടുപോയി മുറിയിലിട്ട് അടയ്ക്ക്. എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കുക. ലഡു സിംഗ് സാറേ, ഇങ്ങനെ പറക്കുന്ന റോക്കറ്റിന്ന് പുറത്തേക്ക് പോവാൻ ആവില്ല. ശിവ, ഇതിന്റെ പുറത്തേക്ക് പോവാൻ ഒരു വഴിയുണ്ട്. പപ്പ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. രവ, നീ വേഗം തന്നെ ആ വഴി പറ. ജീവനേക്കാളും വലുതായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ. ശിവ, ഇതിന്റെ മുകളിൽ ഒരു ചെറിയ വിൻഡോ കാണുന്നില്ലേ? അത്
റോക്കറ്റിന്റെ AC ഡക്കാണ്. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടി പുറത്തേക്ക് പോവാം. ശിവ, അതിന്റെ ഒരു ഭാഗം വേറിട്ട് വേറൊരു ഭാഗത്ത് പോയി നിൽക്കുക. എത്രയും പെട്ടെന്ന് അത് കൂട്ടി യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ സാറ്റലൈറ്റും റോക്കറ്റും വേർതിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും മുകളിൽ പോയാലേ പറ്റൂ. ഞാൻ ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അത് വെറുതെ വിഷമിക്കണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ശിവ, ശിവ എന്നെ രക്ഷിക്ക്, ശിവ എന്നെ രക്ഷിക്ക്. Oh no, ലഡു സിംഗ് സർ, ആ റോക്കറ്റ് ഡ്രസ്സിൽ ഇടുന്നതിന് പകരം തെറ്റിയിട്ടു. അതുകൊണ്ട് പുറത്തേക്ക് പോയത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ചെന്ന് രക്ഷിക്കാം. ശിവ, ആ സാറ്റലൈറ്റ് സെറ്റായി കഴിഞ്ഞു. ഇനി നീ എന്നെ രക്ഷിക്കാൻ നോക്ക്. ഞാനുള്ളവരെ ഒന്നും സംഭവിക്കില്ല ലഡു സിംഗ് സർ. വേഗം വേണം. ശിവ, ഞാൻ ഇനി എന്താ ചെയ്യാ? ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലോ. പിടിച്ചു, ഞാൻ പിടിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സാറ്റലൈറ്റ് ഷേപ്പിൽ ഒരു ജയിലുണ്ടാക്കി അതിലെ എല്ലാറ്റിനും ഇട്ട് ഞാൻ പൂട്ടും. പിന്നെ വെട്ടം കാണില്ല, ഓർത്ത് വെച്ചോ. ന്യൂ ജയിൽ. ഹൈ. Watch India's largest kids library only on Jio Hotstar. Download the app now.